രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തവരാണ് ദില്ലിയിലെ ചേരി നിവാസികൾ. അരനൂറ്റാണ്ടിലധികം കാലമായി മുംബൈയിലെ പോലെ ദില്ലി നഗരത്തിലും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പുഴുവരിക്കുന്ന ചേരികളിൽ ജീവിക്കുന്നത്. ചേരി നിവാസികളുടെ പുനരധിവാസം പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് വാങ്ങും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവുകയുമില്ല. ദില്ലി തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ആവേശത്തിനിടയിൽ ഞാൻ നിൽക്കുന്നത് ന്യൂദില്ലിയിലെ ITOയ്ക്കടുത്തുള്ള അണ്ണാനഗറിലാണ് ദില്ലിയിലെ ഏറ്റവും വലിയ ചേരി സ്ഥിതി ചെയ്യുന്നത്. 1350-ലധികം കുടിലുകൾ ഈ ചേരിയിലുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് MGRന്റെ ഒരു പാട്ട് കേട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളും ഈ ചേരിയിലുണ്ട്. 1993 മുതൽ BJPയും പിന്നെ ഏറെ നാൾ കോൺഗ്രസും 10 വർഷം ആം ആദ്മി പാർട്ടിയും ഭരിച്ചുവെങ്കിലും ഈ ചേരിയിലെ ജീവിതങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. इधर का हालत तो बहुत खराब है. कोई भी हॉल सॉल्व नहीं होता इधर का हालत. न नलका लगता है, न ये बाउंड्री खींचता है, न पानी मिलता है, कुछ भी. ഈ ചേരിക്കരികിൽ മാലിന്യമൊഴുകുന്ന ഒരു തോടാണ്. ഈ തോട്ടിലൂടെ ദില്ലിയിലെ മാലിന്യങ്ങൾ യമുന നദിയിലേക്ക് ഒഴുകിപ്പോകും. ഈ തോടിനരികിലാണ് ഒരുപാട് മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇതുപോലെ ജീവിക്കുന്നത്. മഴ വരുമ്പോൾ ഈ തോടിൽ വെള്ളം പൊങ്ങും. പുഴുവരിക്കുന്ന വെള്ളം ഇവിടുത്തെ കുടിലുകളിലേക്ക് കയറും. जिसके यहाँ काम करवाते हैं, जिसके यहाँ टंकी लगवाने और जिसको सारी सुविधा कर रहे हैं ना, वहाँ जाके वोट मांगो, हम लोगों से मत मांगो. बिल्कुल नहीं करूँगी, पर्ची फाड़ दूंगी. और फाड़ भी दिए 2-4. इतनी गंदगी में हम रह रहे हैं, तो आपको दिख तो रहा है. इतनी गंदगी में यहीं बैठ के भी खाना खाते अपने वहाँ से शूट किया होगा, देखो. ഇതുപോലെ ഇടുങ്ങിയ വഴികളാണ് ചേരിക്കുള്ളിൽ. 30 ലക്ഷത്തോളം ചേരി നിവാസികളുണ്ട് ദില്ലിയിൽ. 3 ലക്ഷത്തിലധികം കുടുംബങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചേരി നിവാസികളുടെ പുനരധിവാസം പ്രധാന ചർച്ചയാകും. ഇവിടെ നിന്ന് 5 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ ഇന്ത്യൻ പാർലമെന്റിലേക്ക്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും. ഈ തെരഞ്ഞെടുപ്പിലും ചേരി നിവാസികൾക്ക് വീട് വെച്ച് നൽകും എന്നതാണ് BJPയുടെ പ്രധാന വാഗ്ദാനം. പക്ഷേ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ये किया हमारी अयोध्या नगरी बना दी बस. हाँ, पर हमारे लिए और झुग्गी वालों को जैसे अभी हम छोटी छोटी झोपड़ी बनी तब थोड़ा सा हमने जरा वो कर लिया. हमने तो अभी भी नहीं करा सही, पर ऐसा है कि ठीक हो. हाँ, और क्या बता, झुग्गी झोपड़ी, यहाँ पानी तो भैया साफ आता ही नहीं बिल्कुल. आपको देख लीजिए, पानी अगर हम भर के रखेंगे तो नीचे मिट्टी जमी रहेगी एकदम. सारा झूठ है जी. जिन्होंने जितना भी बोल रहे सारा झूठ है. क्योंकि ना ये 15 लाख रुपया मिलेगा करके पहले ही बोला था. BJPക്കും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ ഇവിടുത്തെ ചേരി നിവാസികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു മാറ്റവും അതൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ആർക്ക് വോട്ട് ചെയ്യാൻ എന്നാണ് ഈ ചേരി നിവാസികൾ ചോദിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഇന്ത്യൻ പാർലമെന്റ്. 500 മീറ്ററിൽ താഴെയുള്ളൂ സുപ്രീം കോടതിയിലേക്ക്. രാജ്യം $5 ട്രില്യൺ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വികസനത്തിന്റെ അരികിൽ പോലുമില്ല ഈ ചേരി നിവാസികൾ. രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രമായ ദില്ലിയിലാണ് ഈ കാഴ്ച. ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.